PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ലൈവ് സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. പിന്നെ നമ്മുടെ ടെലഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക് ഏതാണ് എന്നുള്ളത് നമ്മൾ ടെലഗ്രാമിലാണ് മെസ്സേജ് ചെയ്യുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാമിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കിൻ്റെ ക്ലാസ് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. ക്ലാസ് കണ്ട് നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കി പഠിക്കും. അതിനുശേഷം ആ ദിവസം തന്നെ രാത്രി 8 മണിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ, അതായത് PSC ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചതും നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ സിലബസ് പ്രകാരം നടന്നിട്ടുള്ള പരീക്ഷകൾ, ഇപ്പോൾ 10th മെയിൻസ്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OAL, LDC പോലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ രാത്രി 8 മണിയുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ന്യൂ SCRT, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ കൂടെ എത്താൻ വേണ്ടി പറ്റുന്നതാണ്. നല്ലൊരു റാങ്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം പേരിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ പാഠഭാഗങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? അത് ഇപ്പോൾ എല്ലാ SCRT ചാപ്റ്റേഴ്സും മാറിയിട്ടില്ല. ചില ക്ലാസ്സുകളിലെ 1, 2, 3, 5, 7, 9 എന്നീ ക്ലാസ്സുകളിലെ ചില SCRT പാഠഭാഗങ്ങൾ, ചിലതല്ല കൂടുതലും SCRT പാഠഭാഗങ്ങൾ മാറ്റമുണ്ട്. അപ്പോൾ ആ ഒരു പുതിയ SCRT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് വേണമെന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ SCRT 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്ത് വരുന്ന ചാപ്റ്റർ. അപ്പോൾ 5ാം ക്ലാസ്സിൽ നമുക്ക് അത്രയും ആ ഒരു ചാപ്റ്റർ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ സിലബസ് പ്രകാരം ഒക്കെ നമ്മൾ നോക്കുമ്പോൾ പഠിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ക്ലാസ് എടുത്ത് നോക്കിയാലും അവിടെ നമുക്ക് ഇപ്പോൾ പരീക്ഷകൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സാണ് നമ്മൾ എടുത്തു തരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 7ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ്, സാമൂഹ്യശാസ്ത്രം. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചാപ്റ്റേഴ്സിൻ്റെ പേര് നമുക്ക് നോക്കാം. മധ്യകാല ഇന്ത്യ ഉണ്ട്, മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, ഭരണഘടനാ വഴിയും വഴികാട്ടിയും. അപ്പോൾ നമുക്ക് ഇവിടെ മധ്യകാല ഇന്ത്യയും മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ പഠിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഭരണഘടനയുമായി ബന്ധപ്പെട്ട 5ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് പഠിച്ചത്. അപ്പോൾ ഇനി 7ാം ക്ലാസ്സിലെ നമുക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ SCRTക്ക് വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്കും പെന്നും വെക്കണം, നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കണം എന്നൊക്കെ. അപ്പോൾ എല്ലാവരും കേട്ട് കാണും അല്ലേ? അപ്പോൾ നോട്ട്ബുക്കും പെന്നും ഒക്കെ റെഡിയാക്കി വെക്കുക, ക്ലാസ് കേൾക്കുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ടും വൈകാതെ നമ്മുടെ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന 7ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠഭാഗത്തിലോട്ട് കടക്കാം. ഇതാണ് നമ്മുടെ പാഠഭാഗം, ഭരണഘടന വഴിയും വഴികാട്ടിയും. ഇതാണ് ചാപ്റ്ററിന്റെ പേര് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് നോട്ട് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ തന്നിരിക്കുന്നത് ഗാന്ധിജിയുടെ ഒരു ഫോട്ടോ തന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം വളരെയധികം നമ്മുടെ PSC പരീക്ഷകളിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഈ ഒരു പാരഗ്രാഫ് ഇങ്ങനെ തന്നെ തരും, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നുള്ള ഒരു വരി തരും അല്ലേ? എന്നിട്ട് ഇത് ആരുടെ വാക്കുകളാണ്, അല്ലെങ്കിൽ ഇത് ഏതിൽ നിന്ന് എടുത്തതാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് അദ്ദേഹം പറഞ്ഞത്? എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ,
പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. അപ്പോ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ള ഗാന്ധിജിയുടെ ചിന്തയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. എങ്ങനെയുള്ള ഭരണഘടനയാണ് വേണമെന്ന് പറയുന്നത്? എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് ഗാന്ധിജി ശ്രമിക്കുന്നത്. പിന്നെയോ ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും, അതായത് അവർക്കും അഭിപ്രായവും എല്ലാം പറയാനുള്ള അവകാശം ഉണ്ടാവുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. അല്ലെങ്കിൽ ദരിദ്രർ അല്ലെങ്കിൽ പണക്കാർ എന്നുള്ള ഒരു വ്യത്യാസവും ഇല്ലാതെ ദരിദ്രരായ മനുഷ്യർക്കും രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവേണം. പിന്നെ ഉച്ചനീചത്വങ്ങളില്ല, എല്ലാ സമുദായക്കാരും എന്താണ് സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, പുരുഷന്മാരുടെ അവകാശങ്ങൾ അതുപോലെ ആർക്കും വേണം, സ്ത്രീകൾക്കും വേണം. അപ്പോൾ നമ്മുടെ ഭരണഘടന എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ഈ വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ഇത് ഗാന്ധിജിയുടെ വാക്കുകളാണെന്ന് മാത്രം പഠിച്ചാൽ പോരാ, അദ്ദേഹത്തിന്റെ യങ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലേതാണെന്ന് ഇവിടെ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. വർഷം 1931 എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ യങ് ഇന്ത്യ 1931 മഹാത്മാഗാന്ധിയുടെ ഉദ്ധരണികളാണ് ഇത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്മുടെ ചോദ്യത്തിനുള്ളത് കിട്ടി. ഇനി നമുക്ക് നോക്കാം, സ്വാതന്ത്ര്യത്തിന് ശേഷമാണോ നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മജി ആഗ്രഹിച്ചത്? അപ്പോൾ നമ്മളൊരു ഭരണഘടനയെ ചിന്തിച്ചു തുടങ്ങിയത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണോ എന്ന ചോദ്യത്തിന് നമുക്ക് ആൻസർ കിട്ടി. കാരണം യങ് ഇന്ത്യയിൽ 1931 തന്നെ ഗാന്ധിജി ഇവിടെ നമ്മുടെ ഒരു ഭരണഘടനയ്ക്കായി നമ്മൾ പരിശ്രമിക്കുമെന്ന് പറയുന്നുണ്ട്. സോ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്? പരമാധികാരം ഉണ്ടായിരിക്കണം, തുല്യത ഉണ്ടായിരിക്കണം, സാഹോദര്യം ഉണ്ടായിരിക്കണം, ലിംഗനീതി. ആ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ മനസ്സിലാകും അല്ലെ. ജനങ്ങൾക്ക് അധികാരം വേണം, പരമാധികാരം വേണം, പിന്നെ എല്ലാവരും തുല്യർ അല്ലെ, ദരിദ്രർ അല്ലെങ്കിൽ പണക്കാർ എന്നുള്ള വ്യത്യാസം ഇല്ലാതെ തുല്യത വേണം, സാഹോദര്യം വേണം അല്ലെ, ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തമ്മിലൊരു സാഹോദര്യം വേണം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തുല്യ അവകാശം അതായത് ലിംഗനീതി വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മഹാത്മജി ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം എന്നുള്ള രീതിയിലാണ് ഹെഡിങ് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ഏത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പൊ ഭരണഘടനയുമായിട്ട് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് എന്താണ് ബന്ധം? അത് വഴിയെ നമ്മൾ പറഞ്ഞ് നേരെ ഭരണഘടനയിലോട്ട് കടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏത്? ഒന്നാമത്തെ ചോദ്യം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഇനി സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് ഈ സമരത്തിൽ പങ്കാളികളായത്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. അപ്പൊ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് പരാജയപ്പെട്ട ഒരു സമരമാണെങ്കിൽ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, അത് പരാജയമായിരുന്നു. അപ്പൊ വൻ പരാജയമായിരുന്നെങ്കിൽ കൂടി ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയ ഒരു ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായിട്ടുണ്ട്. ഇനി ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്തു ചെയ്തു? കുറേയധികം പ്രാദേശിക സംഘടനകളൊക്കെ രൂപപ്പെട്ടു. അതിന് എക്സാമ്പിൾ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. ഇങ്ങനെയുള്ള പ്രാദേശിക സംഘടനകളൊക്കെ ഒരുപാട് രൂപം കൊണ്ടു. പക്ഷേ ഇതൊക്കെ പ്രാദേശിക സംഘടനകളാണ്, ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒതുങ്ങിപ്പോകുന്ന സംഘടനകളാണ്. ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വരുന്നത് എപ്പോഴാണ്? 1885 ഏതാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പൊ ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വരുന്നത് എപ്പോഴാണ്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, INC ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന പ്രാദേശിക സംഘടനകൾക്കൊന്നും ഈ ഒരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. അപ്പൊ ദേശീയ തലത്തിൽ
ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത സ്വഭാവം കൈവന്നത് 1885 INCയുടെ രൂപീകരണത്തോടുകൂടിയാണ്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പൊ INC എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവ ഏതിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നു? INC എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമായിട്ട്. അപ്പൊ താഴെ പറയുന്നവയിൽ INCയുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് ചോദിക്കാം. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക എന്നിവയാണ് INCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇപ്പോൾ മറ്റുള്ളത്, അതായത് വിദേശ ഭരണം മാത്രമല്ല, വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് കൂടാതെ തന്നെ മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതുകൂടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും മിതതീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഞാൻ ഓരോ സെന്റൻസും വായിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം വരും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇനി ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. അപ്പൊ അതുവരെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഒരു ബഹുജന സ്വഭാവം ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് അത് വന്നത്? ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജിയുടെ സ്വാധീനം എന്ത് ചെയ്തു? സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടത് എന്തൊക്കെയാ? സ്വാതന്ത്ര്യം, അതുപോലെ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം. എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടത് എന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. ഇനി ഇവിടെ ചിത്രത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത് കണ്ടോ? നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം. കണ്ടോ? അപ്പൊ ഇതൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചു. ഭരണഘടനയിൽ പറയുന്നത് എന്തൊക്കെയാണ്? മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഭരണഘടനയുടെ അടിത്തറയാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഭരണഘടനയുടെ മുൻഗാമി. അപ്പൊ ഇത് ചെറിയ കുട്ടികൾക്ക് 7ാം ക്ലാസ് ആണല്ലോ, അപ്പൊ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയുടെ സംശയമായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ 2.5 വർഷത്തോളം എന്തായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ നിയമം എന്നൊക്കെ പറയുന്നത് എന്തിനെ ബേസ് ചെയ്തായിരുന്നു? കുട്ടിയുടെ സംശയമായിട്ട് കൊടുത്തിരിക്കുക. നമുക്ക് 1947 ഓഗസ്റ്റ് 15 നമുക്ക് എന്ത് കിട്ടി? സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യ റിപ്പബ്ലിക് ആവുമ്പോൾ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. അപ്പൊ ഈ 47 മുതൽ 50 ജനുവരി 26 വരെ ഏകദേശം ഒരു 2.5 വർഷത്തോളം ഉണ്ട് അല്ലെ. അപ്പൊ ഈ 2.5 വർഷത്തോളം നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും എന്തായിരുന്നു എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്. അപ്പൊ അവിടെ എന്തുണ്ട്? ഭരണഘടനയ്ക്ക് ഒരു മുൻഗാമി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആരാണ് ഭരണഘടനയുടെ മുൻഗാമി?
ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ മുൻഗാമി എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മുടെ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് 1935 ബ്രിട്ടീഷുകാർ പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഭരണഘടനയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. അപ്പൊ അതുവരെയും നമ്മൾ പിന്തുടർന്നത് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ പാസാക്കിയ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ആയിരുന്നു. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം നമ്മൾ അത് പിന്തുടരാനായിട്ട്, നമ്മുടെ ഭരണഘടന പിന്തുടരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഭരണഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇനി നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പോൾ അവിടെ 321 വിഭാഗങ്ങളും 10 പട്ടികകളുമുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എത്ര വിഭാഗങ്ങളാ? 321 വിഭാഗങ്ങളും 10 പട്ടികകളുമാണ് ഉള്ളത്. പിന്നെയോ ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങളുണ്ട്. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങളുണ്ട്. പിന്നെയോ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. അപ്പോൾ കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കുമായിട്ടാണ്. അപ്പൊ അന്ന് എന്താണ്? അന്ന് സംസ്ഥാനങ്ങളില്ല, കേന്ദ്രവും പിന്നെ പ്രവിശ്യകളുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു. നമ്മൾ ഇപ്പൊ പറയുന്നുണ്ട് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരം വിഭജിക്കുന്നതിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അന്ന് തന്നെ ഫെഡറലിസം എന്ന് പറയുന്ന ആശയമുണ്ട്. അപ്പൊ കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിക്കുന്ന ഫെഡറലിസം എന്ന് പറയുന്നതും എന്തിന്റെ സവിശേഷതയാണ്? ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 സവിശേഷതയായിട്ട് പറയുന്നുണ്ട്. ഇനി കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, അത് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ദ്വിമണ്ഡല സഭയാണ് അല്ലെ. അപ്പൊ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, പിന്നെ 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, 6 പ്രവിശ്യകൾ ഉണ്ടായിരുന്നതിലും ദ്വിമണ്ഡല സഭകൾ. ഇതൊക്കെയായിരുന്നു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ത് സവിശേഷതകൾ. എന്തൊക്കെയാണ്? 321 വിഭാഗങ്ങളും 10 പട്ടികകളും, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ, കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ടുള്ള അധികാര വിഭജനം, കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. ഇതാണ് സവിശേഷതകളായിട്ട് പറഞ്ഞിട്ടുള്ളത്. നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി നമ്മൾ ഭരണഘടനയുടെ നിർമ്മാണത്തിലേക്ക് വരികയാണ്. അപ്പൊ ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. അപ്പൊ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ഒരു നിയമസംഹിത വേണമെന്ന നിർദ്ദേശം ആരുടേതാണ്? 1946 അധികാരം കൈമാറ്റം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ, പെത്വിക് ലോറൻസ് ചെയർമാൻ ആയിട്ടുള്ള ക്യാബിനറ്റ് മിഷൻ എന്നുള്ളതിന്റെ നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു നമുക്ക് വേണ്ടി ഒരു നിയമസംഹിത എന്നുള്ളത്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാവുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? പദസൂര്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തൊക്കെ? ആദ്യം ഈ നിർമ്മാണ കാലയളവ് നിർമ്മിക്കാനായിട്ട് എത്ര കാലയളവ് എടുത്തു? 2 വർഷം 11 മാസം 17 ദിവസം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2024 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഇതൊക്കെ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ഇനി ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9. അപ്പൊ ഇത് രൂപീകരിക്കുന്നത് 1946 ഡിസംബർ 6 നമുക്കറിയാം. ആദ്യ സമ്മേളനം നടക്കുന്നത് ഡിസംബർ 9. അവിടെ സച്ചിദാനന്ദ സിൻഹയായിരുന്നു അധ്യക്ഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, താൽക്കാലിക അധ്യക്ഷൻ.
ഇനി അടുത്തത്, തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരാണ്? തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡിസംബർ 11 തിരഞ്ഞെടുക്കപ്പെടുന്നത് അല്ലെ, ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇനി ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് എപ്പോഴാണ്? 1949 നവംബർ 26 അംഗീകരിച്ച് ഒപ്പുവെക്കുന്നത്. നിലവിൽ വന്നത് 1950 ജനുവരി 26, ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന സമയത്താണ് 1950 ജനുവരി 26 നിലവിൽ വന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അപ്പൊ ഇത്രയാണ് നമുക്ക് സവിശേഷതകളായിട്ട് കൊടുത്തിട്ടുള്ളത്. നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാ. ഇനി നമുക്ക് കൂറുമാറ്റ ഭരണഘടനയ്ക്കായി എന്ന് പറഞ്ഞിട്ട് BR അംബേദ്കറുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. നോക്കാം. ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന രൂപീകരിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒന്നായിരിക്കണം നമ്മുടെ ഭരണഘടന എന്നുള്ളതായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാ? ഡോക്ടർ BR അംബേദ്കർ എന്തു ചെയ്തു? 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയം ആക്കി. ഓക്കെ, അപ്പൊ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ പഠിച്ച് അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ല വശങ്ങൾ അല്ലെ, നമ്മുടെ ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അപ്പൊ 60 രാജ്യങ്ങളിലെ ഭരണഘടനയെ പഠിച്ചതിന് ശേഷം അതിലെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുന്നു. അപ്പൊ നല്ല വശങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ്? വൈവിധ്യം കൊണ്ടും ചരിത്ര പാരമ്പര്യം കൊണ്ടും സംസ്കാരങ്ങളൊക്കെ കൊണ്ടും അല്ലെ വളരെ വിപുലമായിട്ടുള്ളൊരു രാജ്യമാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എല്ലാത്തിനും കൊണ്ടും പറ്റുന്ന രീതിക്കുള്ള നല്ല വശങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഈ 60ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണഘടന പഠിച്ച് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുന്നത് നമ്മുടെ ഭരണഘടനയിലേക്ക്. അതാണ് അവിടെ പറയുന്നത്. ഇനി സവിശേഷതകൾ ഒട്ടേറെ. എന്തൊക്കെയാണ് സവിശേഷതകൾ ഭരണഘടനയുടെ? ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഇത് നമ്മൾ ഇന്നലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണ്ടു അല്ലെ ചോദ്യത്തില്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട അല്ലെങ്കിൽ ലിഖിത ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടേത് എന്ന് പറയാം. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങൾ? 22 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. 395 അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു. 8 പട്ടികകൾ ഉണ്ടായിരുന്നു. 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. ഇതും നമ്മൾ ഇന്നലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു. ഇപ്പൊ 12 പട്ടികയുണ്ട് അല്ലെ, ഇപ്പൊ 8 പട്ടികയല്ല, ഇപ്പൊ നിലവിൽ 12 ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ? ഒന്നാമത്തെ സവിശേഷത പാർലമെന്ററി ജനാധിപത്യ ഭരണമാണ്. എന്താണ് പാർലമെന്ററി ജനാധിപത്യ ഭരണം? അതായത് രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകളാണ് നിയന്ത്രിക്കുന്നത്. രാജ്യത്തെ ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നത് ആരാണ്? നിയമനിർമ്മാണ സഭയാണ്. അപ്പൊ നമ്മുടെ നിയമനിർമ്മാണ സഭ എന്ന് പറയുമ്പോൾ പാർലമെന്റ് ആണ്. സോ പാർലമെന്ററി ജനാധിപത്യ ഭരണമാണ്. ഇനി അടുത്ത പോയിന്റ്, ജനങ്ങളുടെ പരമാധികാരം. അതായത് രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ആർക്കാണ്? ജനങ്ങൾക്കാണ് അല്ലെ. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. അടുത്ത സവിശേഷതയാണ് മൗലിക അവകാശങ്ങൾ. നമുക്ക് തരും, അതായത് ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട് അല്ലെ. ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6 മൗലിക അവകാശങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് എന്ത്? നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികളാണ് എന്ത്? മൗലിക കടമകൾ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് 11 മൗലിക കടമകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്താണ്? സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ.
അടുത്തത് നിയമവാഴ്ച. എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല അല്ലെ. നമ്മുടെ നാട്ടില് നമ്മള് നിയമം അനുസരിച്ചിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്, ആരും നിയമത്തിന് മുകളിൽ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, അതും നമ്മൾ പറഞ്ഞു. അതായത് ജാതി മത ഭേദമന്യേ നിശ്ചിത പ്രായം പൂർത്തിയായിട്ടുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അല്ലെ. 1989 വരെ 21 വയസ്സായിരുന്ന ആ പ്രായപൂർത്തി എന്ന് പറയുന്ന വോട്ടവകാശം 1981 61 ഭേദഗതിയിലൂടെ 18 വയസ്സാക്കി കുറച്ചു. അപ്പൊ 18 വയസ്സായ ഒരാൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അതായത് നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ട്. അതുപോലെ ഫെഡറലിസം, നമ്മൾ പറഞ്ഞില്ലേ, അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അധികാരങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട്. അതാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇനി ഏകപൗരത്വം നമ്മൾ പറഞ്ഞു, സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് അല്ലെ. നമുക്ക് ഇരട്ട പൗരത്വം ഒന്നുമില്ല, സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്, ഏക പൗരത്വമാണ് നമുക്ക് ഉള്ളത് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിതും ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ക്വസ്റ്റ്യൻസ്. സോ അവിടെ പറഞ്ഞു ഭരണഘടനയുടെ സവിശേഷതകൾ പെടാത്തത് ഏത് എന്നൊക്കെ. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിയമങ്ങളുടെ ഉറവിടം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നതാണ് രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിത. അതായത് ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പൊ കേന്ദ്രത്തിനോ സംസ്ഥാന സർക്കാരുകൾക്കൊക്കെ ഏതൊരു നിയമവും നിർമ്മിക്കാനോ കൊണ്ടുവരാനോ ഒക്കെ പറ്റും. പക്ഷെ എന്തിനനുസൃതമായിട്ട്, ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ നമ്മുടെ രാജ്യത്ത് നമുക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പുതിയൊരു നിയമം നിർമ്മിക്കാനായിട്ട് കഴിയൂ അല്ലെ. അപ്പൊ സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ആരാണ് നൽകിയിട്ടുള്ളത്, ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത്. അപ്പൊ നമ്മുടെ നാട്ടില് ഒരു നിയമം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ഭരണഘടന വ്യവസ്ഥകൾക്കനുസൃതമായിട്ട് മാത്രമാണ് പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഭരണഘടനയൊക്കെ അനുസരിച്ച് കൊണ്ടുവന്നിട്ടുള്ള കുറെ അധികം നിയമങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വനം വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ബാലവേല നിരോധന നിയമം, ദുരന്ത നിവാരണ നിയമം, ഭൂപരിഷ്കരണ നിയമം, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. ഭക്ഷ്യസുരക്ഷാ നിയമം, വിവരാവകാശ നിയമം, ബാലനീതി നിയമം, തൊഴിൽ നിയമം, അഴിമതി നിരോധന നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം, ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ നമുക്കിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് 7th സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നത് ഇതിലുള്ള നിയമം 2012 പോക്സോ ആക്ട് എന്ന് പറയും അല്ലെ. അപ്പൊ ഈ പോക്സോ ആക്ട് ഒന്നും നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നുമില്ല. അപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇറക്കിയപ്പോൾ അവർ ഇതൊക്കെ ഉൾപ്പെടുത്തി. കാരണം എന്താണ്, ഇപ്പൊ ഒരുപാട് പോക്സോ കേസുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ രാജ്യത്താണെങ്കിലും എല്ലായിടത്തും എന്താണ്, ഇങ്ങനെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ കുട്ടികൾക്കെതിരെ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് ഒരു അറിവ് നൽകണം എന്നുള്ളത് കൊണ്ടാണ് ഈ 7th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അവർ ഈ ഒരു നിയമത്തെക്കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ അതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സാണ് കൊടുത്തിട്ടുള്ളത്. അതായത് കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ, അതവിടെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എങ്ങനെയാണ് കുട്ടികൾക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുക, അതായത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമൊന്നുമില്ലാതെ നടപ്പിലാക്കുക. പിന്നെയോ ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും, അതായത് ബാലസൗഹൃദ നടപടികൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളോട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരോട് ചോദ്യം ചെയ്യുന്നതിനും ഒക്കെ ഒരു രീതി ഉണ്ട് അല്ലെ. സമാധാനപരമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് യൂണിഫോം ധരിക്കരുത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോക്സോ കേസിൽ കുഞ്ഞുങ്ങളോട് നമ്മൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ യൂണിഫോമിലാവരുത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് ഒട്ടും തന്നെ അതിന്റെ ആ ഒരു
ആഘാതം അവരുടെ ജീവിതത്തിൽ, ഭാവി ജീവിതത്തിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാലസൗഹൃദ നടപടികൾ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്, ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം, ഇതും ചോദിച്ചിട്ടുണ്ട്. പോക്സോ ആക്ടിന്റെ ഫുൾ ഫോം എന്താ? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. അപ്പോൾ ഇതാണ് പോക്സോ ആക്ട്. അപ്പോൾ പോക്സോ ആക്ട് എന്ന് പറയുന്നതിൽ ലിംഗഭേദമില്ല, ആൺ പെൺ വ്യത്യാസമില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു നിയമം നിലവിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ സ്ഥിരം ചോദിക്കുന്നതാണ്, പോക്സോ നിയമപ്രകാരം കുട്ടിയായിട്ട് പരിഗണിക്കുന്നത് എത്ര വയസ്സുള്ളവരെയാണ്? എത്ര വയസ്സാ? 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും അവര് കുട്ടിയാണ്. ഓക്കെ, 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ടാണ് ഈ ഒരു നിയമം പരിഗണിക്കുന്നത്. ഇനി ഈ നിയമവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കുക. ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്, അല്ലേ? നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പേടിയില്ലാതെ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ ഓരോ കുട്ടികൾക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായിട്ടുള്ള സ്പർശനം, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും, അപ്പൊ ഇതൊക്കെ എന്തിൽ വരും? പോക്സോ ആക്ട് പ്രകാരം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ വരും. സുരക്ഷിതമല്ലാത്ത സ്പർശനം, നോട്ടം, പ്രവൃത്തി, ഇതെല്ലാം എന്തിൽ വരും? ലൈംഗിക അതിക്രമത്തിൽ വരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരിച്ചറിയുവാൻ കഴിയണം. അപ്പൊ അത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം ടീച്ചേഴ്സ്, അല്ലെ? അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം, അപ്പോൾ ഇവിടെ വകുപ്പ് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളത് പഠിക്കണം. വകുപ്പ് 19 പ്രകാരം ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്കാണ്? സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസോ ആണ് എന്ന് നിയമത്തിൽ വിവരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? വകുപ്പ് 19 പ്രകാരമാണ് ഇത് പറയുന്നത്. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസോ ആണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി ഈ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പറയുന്ന പേരാണ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ, CWPO എന്നാണ് പറയാ കേട്ടോ. CWPO എന്ന് പറഞ്ഞാൽ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ. അപ്പൊ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്ന പേരെന്താ? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതായത് പോക്സോ മോണിറ്ററിംഗ് സെൽ എന്നാണ് പറയാ കേട്ടോ. പോക്സോ മോണിറ്ററിംഗ് സെൽ. പോക്സോ മോണിറ്ററിംഗ് സെൽ എന്ന് പറയുന്നത് ഏത് വകുപ്പിലാണ് പറയുന്നത്? 44-ാം വകുപ്പ് പ്രകാരമാണ് പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുള്ളത്. ആരാ ഒരുക്കിയിട്ടുള്ളത്? കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. പോക്സോ നിയമത്തിന്റെ 44-ാം വകുപ്പ് പ്രകാരമാണ് പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കുക. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും എന്ത് ലഭിക്കും? കഠിനമായ ശിക്ഷയാണ് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. ഇനി ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു, നിയമത്തിന്റെ വ്യവസ്ഥ, സ്രോതസ് എന്നതിനു പുറമെ മറ്റേതെല്ലാം ധർമ്മങ്ങളാണ് ഭരണഘടന നിർവഹിക്കുന്നത്? ഇവിടെ ഒരു ട്രീയുടെ രൂപത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യം പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയും, അല്ലെ? അപ്പൊ നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതാണ് ആദ്യത്തേത്. നമ്മുടെ രാജ്യം അറിയാം, ജാതിയാണെങ്കിലും മതമാണെങ്കിലും വേഷത്തിന്റെ കാര്യത്തിലും ഭാഷയുടെ കാര്യത്തിലും ഒക്കെ തന്നെ, പ്രദേശങ്ങളുടെ കാര്യത്തിലും ഒക്കെ തന്നെ ഒരുപാട് വൈവിധ്യം ഉള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യത്തിൽ അവിടെ ഒരു യൂണിറ്റി വേണം, അല്ലെ? അതാണ് നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെയോ, രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പൊ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണ്. ഭരണഘടനയെ എതിർത്ത് ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടില്ല. ഇനി പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. പിന്നെയോ, ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. ഇതൊക്കെയാണ് എന്ത്? ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതും നമ്മളോട് ചോദിക്കാൻ പറ്റുന്നതാണ്, മനസ്സിലാക്കാവുന്ന പോയിന്റ്സേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. മാറ്റിയും തിരുത്തിയും മുന്നോട്ട്. എന്താ ഈ മാറ്റിയും തിരുത്തിയും മുന്നോട്ട് എന്ന് പറയുന്നത്? നമ്മുടെ ഭരണഘടനയിൽ ചില മാറ്റങ്ങളും തിരുത്തലുകളും വരുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഭേദഗതികൾ എന്ന് നമ്മൾ പറയും അല്ലെ. ഇപ്പൊ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനയിലെ മാറ്റങ്ങളും തിരുത്തലുകളും ഒക്കെ വരുത്തുന്നതാണ്. അപ്പൊ ഭേദഗതികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് മാറ്റിയും തിരുത്തിയും മുന്നോട്ട്. ഈ മുന്നോട്ട് എന്ന് സൂചിപ്പിക്കുന്ന എന്താണ്? ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വന്നേക്കാം. അപ്പൊ ഇവിടെ നമുക്ക് അവസാനം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കുത്തിട്ടിട്ടാണ് അവസാനത്തെ ഭരണഘടനാ ഭേദഗതി. ഇനി പഠിക്കാൻ പോകുന്നവർ അവസാനത്തേത് ഏത്, ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഏതാന്നുള്ളത് പറയാം. ആദ്യം മുതൽ നമുക്ക് പറഞ്ഞു വരാം. അപ്പൊ ഭേദഗതികൾ നോക്കുക. ആദ്യം 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇനി ഭേദഗതി ഒന്ന് വർഷം 1951. അവിടെ എന്താ സംഭവിച്ചത്? പട്ടികകളുടെ എണ്ണം 9 അപ്പോൾ ഒന്നാമത്തെ ഭേദഗതിയിലൂടെയാണ്. നേരത്തെ നമ്മൾ പഠിച്ചു 22 ഭാഗങ്ങളും 395 അല്ലേ. അപ്പോൾ അവിടെ 8 പട്ടികകൾ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. 8 പട്ടിക എന്നുള്ളത് 9 മാറി. അപ്പോൾ ആ 9 എണ്ണം ആവുന്നത് എങ്ങനെയാണ്? ഭേദഗതി ഒന്നിലൂടെയാണ്. ഒന്നാമത്തെ ഭേദഗതിയിലൂടെ വർഷം 1951 ഒന്നാമത്തെ ഭേദഗതിയിലൂടെയാണ് പട്ടികകളുടെ എണ്ണം 9 മാറിയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ഭേദഗതി 42. ഭേദഗതിയിൽ എന്താ സംഭവിച്ചത്? വർഷം കൊടുത്തിട്ടുണ്ട് 1976 42 ഭേദഗതി. മതേതരത്വം, ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു LDC. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. കണ്ടോ? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തത് 42 ഭേദഗതിയിലൂടെയാണ് 1976. അടുത്തത് 44 ഭേദഗതി. വർഷം 1978 44 ഭേദഗതി. എന്താ സംഭവിച്ചത്? സ്വത്തവകാശം മൗലികാവകാശം അല്ലാതെയായി അല്ലെ. സ്വത്തവകാശം മൗലികാവകാശം അല്ലാതെ ആയത് 44 ഭേദഗതിയിലൂടെയാണ്. അടുത്ത ഭേദഗതിയാണ് 73 74. വർഷം 1992 73 74 ഭേദഗതി. 73 പറയുന്നത് പഞ്ചായത്തി രാജിനെ കുറിച്ചും 74 പറയുന്നത് നഗരപാലിക അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയെ കുറിച്ചുമാണ്. 73 പഞ്ചായത്തി രാജ്, 74 നഗരപാലിക. അപ്പൊ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം വരുന്നത് 73 74 ഭേദഗതിയിലൂടെയാണ്. അടുത്തത് 86 ഭേദഗതി. വർഷം 2002 എന്ന് കൊടുത്തിട്ടുണ്ട്. 2002 86 ഭേദഗതി വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് മാറിയ ഭേദഗതിയാണ്. അടുത്തത് 101 ഭേദഗതി. 101 ഭേദഗതി 2016 വർഷം. 101 ഭേദഗതി 2016 ചരക്കു സേവന നികുതിയാണ്, GST നിലവിൽ വരുന്നത് അല്ലെ. അടുത്തത് ലാസ്റ്റ് ഭേദഗതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ച ലാസ്റ്റ് ഭേദഗതി ഏതാ? 106 ഭേദഗതി. 106 ഭേദഗതി എന്ന് പറയുന്നത് നാരി ശക്തി വന്ദൻ അധീനിയം അല്ലെങ്കിൽ വനിതാ സംവരണ ബില്ല് എന്ന് പറയുന്നതാണ്. 106 ഭേദഗതിയാണ് നമ്മൾ അവസാനം പഠിച്ചത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് ആ ഭേദഗതി എന്താണ് എന്നുള്ളത് അല്ലെ. അപ്പൊ അതാണ് അവസാനം പഠിച്ച ഭേദഗതി, നമ്മൾ പഠിച്ച അവസാനത്തെ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പൊ ഭേദഗതികൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കുട്ടികൾക്കായതുകൊണ്ട് അത്രയും മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താം എന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട് അല്ലെ. അയവുള്ളവയുണ്ട്, ദൃഢമായവയുണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇനിയുള്ള ക്ലാസ്സുകളിലെ. അപ്പൊ ഇവിടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നതിന്റെ വകുപ്പ് 368 പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാ? അത് പാർലമെന്റിനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. നമുക്ക് മാറ്റങ്ങൾ വരുത്താം, തിരുത്തലുകൾ കൊണ്ടുവരാം, പക്ഷെ എന്തിൽ മാറ്റം വരാൻ പാടില്ല? ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താതെ വേണം ഭേദഗതികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിനുള്ള അധികാരം പാർലമെന്റിനാണ്. വകുപ്പ് 368 എന്നുള്ളത്. ഓക്കെ അല്ലേ?
ഇനി അടുത്തത് അടിത്തറ ഇളക്കരുത്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തരുത് ഭേദഗതി കൊണ്ടുവരുമ്പോൾ. അപ്പോൾ അടിത്തറ ഇളക്കരുത്, അതുമായി ബന്ധപ്പെട്ടൊരു കേസാണ് പറയുന്നത്. 1973 കാസർഗോഡ് എടനീർമഠത്തിന്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതെന്ന് ചോദിക്കാറുണ്ട്. കേശവാനന്ദ ഭാരതി കേസാണ്. കേശവാനന്ദ ഭാരതി കേസ് വർഷം 1973. 1973 കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമുക്കിവിടെ വീണ്ടും വിദ്യാഭ്യാസം മൗലികാവകാശം 86 ഭരണഘടനാ ഭേദഗതി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അത് നമ്മൾ പഠിച്ചു അല്ലെ. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. 21A ആയിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അപ്പൊ വിദ്യാഭ്യാസ അവകാശ നിയമം 2009 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. അപ്പോൾ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് വ്യവസ്ഥ ചെയ്യുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയാണ്. ഈ വയസ്സൊക്കെ PSC തെറ്റിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സൗജന്യവും നിർബന്ധിതവുമാണ് എന്ന് പറയുന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇത് കൂട്ടിച്ചേർത്തത്. വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 21A ആണ് കൂട്ടിച്ചേർത്തത്. ഇനി അടുത്തത് ചെറുഭരണഘടന എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 1976 42 ഭേദഗതി വഴിയാണ്. നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് 1976 42 ഭേദഗതിയിലൂടെയാണ്. അപ്പൊ ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുപ്രധാനമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു ഭേദഗതി ആയതുകൊണ്ട് തന്നെ ഈ ഭേദഗതിയെ നമ്മൾ എന്തെന്ന് പറയും? ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഭേദഗതിയാണ്. നമ്മൾ ഒരുപാട് ഭരണഘടനാ ഭേദഗതികൾ പഠിക്കുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയ, ഒരുപാട് സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന ഭേദഗതിയാണ് 42 ഭേദഗതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാവുന്ന ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 42 ഭേദഗതിയാണ് എന്നുള്ളതും കൂടെ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ? വ്യത്യസ്ത താല്പര്യമുള്ള സമൂഹമാണ് നമ്മുടേത്. എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായിട്ട് ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികവുമാണ്. ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരവുമായിട്ടാണ് സമീപിക്കേണ്ടത്. ഒരു നിയമം കൊണ്ടുവരുമ്പോൾ എല്ലാവരും അതിനെ അംഗീകരിക്കണമെന്നില്ല. ചിലവർക്കൊക്കെ എന്തുണ്ടാവും? അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ചിലരൊക്കെ അത് നിർത്തണം, അങ്ങനെ ഒരു നിയമം വരാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരങ്ങളൊക്കെ ഉയർന്നു വരും. അപ്പം അങ്ങനെയുള്ള എതിർപ്പുകളെയൊക്കെ ഭരണഘടനാപരമായും ജനാധിപത്യപരവുമായിട്ടാണ് സമീപിക്കേണ്ടത് എന്ന് പറയുന്നു. വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് ഉയർത്താൻ കഴിയും. നമ്മുടെ ആമുഖത്തിൽ പറയുന്നതാണ്, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ആമുഖത്തിൽ പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യ എങ്ങനെയുള്ള ഇന്ത്യയാണ്? പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് അല്ലെ. അപ്പൊ അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന നമ്മുടെ പൗരസമൂഹം എന്ന് പറയുന്നത് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആ മൂല്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറേ അധികം പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഇനിയും ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഓരോ ചാപ്റ്ററായിട്ട് പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് നോട്ടും പെന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ നോട്ടൊക്കെ എഴുതിയിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക.
അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു ഓൾ. ബൈ.